ഞങ്ങൾ ഏത് സ്ഥാപനമാണ് വിറ്റഴിച്ചത്? ഏത് പബ്ലിക് സെക്ടർ സ്ഥാപനമാണ് ഞങ്ങൾ സ്വകാര്യവൽക്കരിച്ചത്? അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം എല്ലാ സംസ്ഥാനങ്ങളിലും, കേരളത്തിലെ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ ഇൻവെസ്റ്റ്മെന്റ് പോളിസിയാണിത്. 25 കൊല്ലം പുറകെ നടക്കുവാണ് കേരളം. ഞങ്ങൾ അതിനല്ല വന്നിരിക്കുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നിരിക്കുന്നത് കേരളത്തെ 25 കൊല്ലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല, 25 കൊല്ലത്തേക്ക് മുമ്പിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാ. കേരളത്തിൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാക്കി, സമ്പദ്ഘടനയെ ഉത്തേജിപ്പിച്ച് പണം ഉണ്ടാക്കി പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാ. ഈ പണം കൊണ്ട് വെൽഫെയർ പ്രോജക്റ്റുകൾ നടപ്പാക്കും. 5 പൈസ കയ്യിലില്ല. എന്നിട്ട് വീണ്ടും പഴയതുപോലെ ആവണം, അല്ലെന്നേ, അതിനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇതെല്ലാം ജനങ്ങളോട് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കുള്ള മറുപടി പറഞ്ഞു. ഒരു പൊതുമേഖലാ സ്ഥാപനവും വിറ്റഴിക്കുന്ന ഒരു വാചകം ഈ ബജറ്റിലില്ല. പിന്നെ എന്തിനാ ഈ ക്ലീഷേ വന്ന വാചകം ആവർത്തിച്ചുകൊണ്ട് പറയണേ? നീ വേറെ ആരും ചോദിക്കും. ഈ ചോദ്യം ചോദിക്കാൻ ഏറ്റവും യോഗ്യനായ ആളാണ് അദ്ദേഹം. ഈ കുടിശ്ശിക മുഴുവൻ വരുത്തിയതാരാണ്? DA കുടിശ്ശിക. സമയത്ത് DA കൊടുക്കാതെ DA കുടിശ്ശിക 19%, DA കുടിശ്ശിക വരുത്തിയിട്ട് അധികാരത്തിൽ 10 കൊല്ലം അധികാരത്തിൽ ഇരുന്നിട്ട് ഈ കുടിശ്ശിക മുഴുവൻ വരുത്തി വെച്ചിട്ട് അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞിട്ട് പുതിയൊരു ഗവൺമെന്റിനോട് ചോദിക്കുക, അത് കൊടുക്കുന്നില്ലെന്ന്. ആര് വരുത്തിയ കുടിശ്ശികയാണ്? ഞങ്ങൾ വരുത്തിയ കുടിശ്ശികയാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഗഡു പോലെ ഞങ്ങൾ കുടിശ്ശിക വരുത്തില്ല, ഞങ്ങൾ കൊടുക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പോണ പോക്കിലെ ബജറ്റിൽ അടുത്തോളം കൊടുക്കുന്ന എല്ലാ കുടിശ്ശികയും. ഇത്രയും വർഷക്കാലം കുടിശ്ശിക മുഴുവൻ വരുത്തിവെച്ച പിണറായി വിജയൻ വന്ന് ഈ ചോദ്യം എന്നോട് ചോദിക്കണ്ട, ഈ ജീവനക്കാർ മുഴുവൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചോളൂ. ആരാ ഈ കുടിശ്ശിക ഉണ്ടാക്കിയത്? ഞങ്ങളാണോ? പറയണതിനൊരു ഔചിത്യം വേണ്ടേ? അദ്ദേഹം ഉണ്ടാക്കി വെച്ച അദ്ദേഹത്തിന്റെ സർക്കാരാണ് ഈ മെഡിസെപ്പ് തകർത്തത്. ജീവനക്കാരുടെ പരാതി 10 കൊല്ലം മുമ്പുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ചാണോ? DA കുടിശ്ശിക വരുത്തിയത് ഉമ്മൻചാണ്ടി സർക്കാരാണോ? DR കുടിശ്ശിക വരുത്തിയത് ഉമ്മൻചാണ്ടി സർക്കാരാണോ? അല്ല. ലീവ് സറണ്ടർ അടിച്ചു മാറ്റിയത് ആരാണ്? എത്രായിരം കോടി രൂപയാണ് ജീവനക്കാർക്ക് കൊടുക്കേണ്ട പൈസ വേറെ കാര്യത്തിന് ചെലവാക്കി. എന്നിട്ട് ഇത്രയും കടം വരുത്തി വെച്ചിട്ട് 87,000 കോടിയുടെ കടവും ഇമ്മീഡിയറ്റ് ആയിട്ടില്ല വരുത്തി വെച്ച് 5,07,000 കോടിയുടെ കടം വേറെ വരുത്തി വെച്ചിട്ട് എന്നോട് വന്ന് ചോദിക്കുകയാണ് DA കുടിശ്ശിക കൊടുക്കണല്ലേ? കുടിശ്ശിക ഉണ്ടാക്കിയ ആള്. ആ ചോദിക്കാനുള്ള അർഹത അദ്ദേഹത്തിനില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.